രാഷ്ട്രപതിക്ക് കത്തയച്ച് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട യുവനടി മെമ്മറി കാർഡ് തുറന്നതിൽ നടപടിയില്ലെന്നാണ് കത്തിൽ അതിജീവിതയുടെ പരാതി. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ഇതുകൊണ്ടാണ് രാഷ്ട്രപതിക്ക് തന്നെ കത്തയക്കുന്നതെന്നും അതിജീവിത പറയുന്നു. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുകയാണ്. അശ്വിൻ, യഥാർത്ഥത്തിൽ അപൂർവമായ ഒരു നീക്കമാണല്ലോ ഈ അതിജീവിത ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും SKN, കാരണം ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പലതവണ അനധികൃതമായി ചട്ടവിരുദ്ധമായി തുറന്ന് പരിശോധിച്ചു എന്നുള്ളൊരു കാര്യം അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. അതിന് പിന്നാലെയാണ് ഈ സംഭവത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് അതിജീവിത പലയിടങ്ങളിൽ സമീപിച്ചത്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയതാണ്. പക്ഷേ അതിലൊന്നും ഒരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിജീവിത പറയുന്നത്. ഒപ്പം ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടി എടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ കത്തിൽ അതിജീവിത പറയുന്നത്. പക്ഷേ അവിടങ്ങളിലൊന്നും തനിക്ക് നീതി കിട്ടിയില്ല. ഇത്രത്തോളം ഗുരുതരമായൊരു പ്രശ്നം ഉണ്ടായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട തന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ദൃശ്യം തുറന്നു പരിശോധിച്ചിട്ട് അതിന്റെ തെളിവുകൾ ഉണ്ടായിട്ട് പോലും, ഹാഷ് വാല്യൂ മാറി എന്നടക്കമുള്ള തെളിവുകൾ ഉണ്ടായിട്ട് പോലും അതിൽ ഒരു ഇടപെടലും നടത്താൻ ഈ കാര്യങ്ങളിലൊന്നും ആരും തയ്യാറായില്ല എന്നുള്ള ഒരു കാര്യമാണ് അതിജീവിത ഈ രാഷ്ട്രപതിക്ക് നൽകിയ കത്തിൽ പറയുന്നത്. ഇതിൽ നടപടി ഉണ്ടാകാത്തത് കൊണ്ടാണ് രാഷ്ട്രപതിയെ സമീപിക്കേണ്ടി വന്നത് എന്നുകൂടി അതിജീവിത പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ ബന്ധപ്പെട്ട് കർശനമായ നടപടികളിലേക്ക് ഇനി കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. നേരത്തെ ഈ കേസിൽ കോടതിയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചത് എന്നടക്കമുള്ളതിന്റെ തെളിവുകളും അല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില വെളിപ്പെടുത്തലുകളുമെല്ലാം നേരത്തെ വന്നതാണ്. അതിനൊക്കെ ശേഷമാണ് ഹൈക്കോടതിയിലേക്ക് അതിജീവിത നീങ്ങിയത്. അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ല എന്ന് അന്ന് തന്നെ അതിജീവിത പറഞ്ഞതാണ്. അതിജീവിതയ്ക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളൊരു വിമർശനവും വന്ന കോടതിയിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഹൈക്കോടതി ഇത് കാര്യമായി എടുക്കാത്തതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ അതിജീവിത തീരുമാനിച്ചതും. ഇതേ കാര്യവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയപ്പോഴും തിരിച്ചടിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി വിശദമായ ഒരു കത്ത് അതിജീവിത ഇപ്പോൾ രാഷ്ട്രപതിക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ ഇതിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇനി ഉറ്റുനോക്കുന്ന ചോദ്യം. വാലി മാറി എന്ന് പറയുന്ന ചെറിയ സംഭവമല്ല, അതിന് ദൂരവ്യാപകമായ അർത്ഥങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് കോടതിയിൽ നിന്ന് നീതി ലഭിക്കാത്തതുകൊണ്ട് അവസാനം രാഷ്ട്രപതിയിൽ യുവനടി അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം.